ഹലോ ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കണ്ടൻറ്റാണ്. അതായത് UK ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാം, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല, കാരണം ഞാൻ ഇവിടുത്തെ തിയറി ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് ചേട്ടൻ തിയറി ടെസ്റ്റ് ഫസ്റ്റിൽ തന്നെ പാസ്സായി, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെക്കൻഡിൽ തന്നെ പാസ്സായി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടറിയാം. ഇന്ത്യയിലെ പോലെ എങ്ങനെ ഇന്ത്യയും UK ലൈസൻസ് എത്രത്തോളം വ്യത്യാസമാണ്, എങ്ങനെയാണ് നമുക്ക് അതിനേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പം ജസ്റ്റ് ചേട്ടാ, ആദ്യം തിയറി ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാമോ? ഇവിടെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാമോ? തിയറി ടെസ്റ്റ് മെയിനായിട്ട് 2 സ്റ്റേജ് ആയിട്ടാണുള്ളത്. ഒന്ന് തിയറി, അത് 50 ക്വസ്റ്റ്യൻസ്. അതുപോലെ ഹസാർഡ് പെർസെപ്ഷൻ 75 ക്വസ്റ്റ്യൻസ്. അത് 14 വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. തിയറിയിൽ നമ്മൾ ഏതാണ്ട് ഒരു 750ഓളം ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതുണ്ട്. നാട്ടിൽ നമുക്ക് ഒരു 50-ൽ താഴെ ക്വസ്റ്റ്യൻസേ മൊത്തം ഉണ്ടാവത്തുള്ളൂ. അത് ഒരു 1 ഡേ നമ്മളിപ്പം ജസ്റ്റ് തലേ ദിവസം ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം അത് പാസ്സാവാൻ പറ്റും. നമ്മൾ ആ ഒരു അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ 750 ക്വസ്റ്റ്യൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 1 മന്ത് എങ്കിലും നമുക്ക് പ്രിപ്പറേഷൻ വേണ്ടി വരും, ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഞാനൊക്കെ ചെയ്തത് ഒരു 4-in-1 ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണ്. അപ്പം ജസ്റ്റ് ചേട്ടൻ പറഞ്ഞല്ലോ ഒരു 4-in-1 ആപ്പ് വഴിയാണ് പഠിച്ചതെന്നൊക്കെ. ആ ആപ്പിനെ കുറിച്ച് കൂടുതൽ പറയാമോ, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ? അത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും പിന്നെ അത് ആപ്പിൾ സ്റ്റോറിലും കിട്ടുന്നതാണ്. അത് എനിക്കൊന്ന് 4.7 or 5 pounds ആവത്തുള്ളൂ. നമുക്ക് അൺലിമിറ്റഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ നമ്മൾ അണ്ടിൽ പാസ് അത്രയും നാൾ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ പ്രോഗ്രസ് നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. മോക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പോർഷൻ വൈസ്, അതായത് ഓരോന്നായിട്ട് തിരിച്ച് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഏതിലാണ് കുറവ്, നമുക്കതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഡെയിലി നമ്മളൊരു 10 minutes അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരിക്കലും അതൊരു ബേർഡൻ ആയിട്ട് തോന്നത്തില്ല. വളരെ ഈസി ആയിട്ട് 1 month കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് പോവാം. എൻ്റെ ഒരു സജഷൻ, നമ്മൾ ആദ്യമേ ഒരു എക്സാം ഡേറ്റ് എടുക്കുക. ഡേറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ തോന്നത്തുള്ളൂ. ഞാനൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ ജസ്റ്റ് പാസീവായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ്ട് 80-90% ആയി. ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് 100% എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് പാസ്സാവാൻ വേണ്ട മാർക്ക് 50 ക്വസ്റ്റ്യൻസിൽ 43 ക്വസ്റ്റ്യൻസ്, 43 എങ്കിലും നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ ഹസാർഡ് പെർസെപ്ഷന് 75 ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതായത് 14 വീഡിയോസ്. അതിൽ നമ്മൾ 44 എങ്കിലും പാസ്സായിരിക്കണം. അതുകൊണ്ട് അറൗണ്ട് ഒരു 60% നമുക്ക് ഹസാർഡ് പെർസെപ്ഷന് പാസ്സാവാൻ വേണ്ടുള്ളൂ. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പാസ്സാവുന്നതാണ്. തിയറി ശരിക്കും പറഞ്ഞാൽ 750 ക്വസ്റ്റ്യൻസ് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ 750 ക്വസ്റ്റ്യൻസിന് നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് നമ്മളിങ്ങനെ റിവൈസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. മോക്ക് ടെസ്റ്റിൽ ഈ നമ്മൾ ഫെയിൽ ആവുന്ന ക്വസ്റ്റ്യൻസ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും ഓരോ പുതിയ മോക്ക് ടെസ്റ്റിൽ. അങ്ങനെ നമ്മൾ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ 50 അല്ലെങ്കിൽ 49 നമ്മൾ ഒരു മോക്ക് ടെസ്റ്റിൽ പാസ്സാവും. ആ ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരാൾക്ക് പാസ്സാവാം. അപ്പോൾ ഇവിടെ ആദ്യം വരുമ്പോഴേ നമ്മളൊരു പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണല്ലേ മെയിൻ ആയിട്ട് വേണ്ടത്. പ്രൊഫഷണൽ ലൈസൻസ് എടുക്കണം. പ്രൊഫഷണൽ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇതെല്ലാം ഈസിലി അവൈലബിൾ ആണ്, ആർക്കും ചെയ്യാവുന്നതാണ്. വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ തിയറി ടെസ്റ്റ് നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന ആ ഒരു സെയിം രീതി തന്നെയാണോ, അതോ? തിയറി ടെസ്റ്റ് നമ്മൾ ജസ്റ്റ് പ്രൊഫഷണൽ ലൈസൻസ് മാത്രം കയ്യിൽ പിടിച്ചാൽ മതി. പ്രൊഫഷണൽ ലൈസൻസുമായിട്ട് ടെസ്റ്റ് സെന്ററിൽ ചെല്ലുക. ടെസ്റ്റ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്തെങ്കിലും എൻവലപ്പോ പേഴ്സോ എല്ലാം നമ്മൾ ലോക്കറിൽ സൂക്ഷിക്കുക. ജസ്റ്റ് പ്രൊഫഷണൽ ലൈസൻസ് മാത്രമായിട്ട് നമ്മൾ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ ഫുള്ളി ചെക്ക് ചെയ്യും. എല്ലാം ക്യാമറയിൽ അവര് വാച്ച് ചെയ്യുന്നുണ്ടാവും. യാതൊരുവിധ മാനിപ്പുലേഷൻസും പറ്റത്തില്ല. എന്നാൽ വളരെ ഈസിയാണ്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോയാൽ ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവും.
ഓക്കെ, അപ്പം ഇതാണ് തിയറി ടെസ്റ്റിനെ കുറിച്ചുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് എന്താ പറയുക റിപ്ലൈ തരുന്നതായിരിക്കും തിയറി ടെസ്റ്റിനെ കുറിച്ച്. ഇനി നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. അപ്പം തിയറി എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും പാസ്സാവും, പക്ഷെ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോഴാണ് ഒത്തിരി എല്ലാവരും തോറ്റു പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, ജസ്റ്റിൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? പ്രാക്ടിക്കൽ ടെസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് പാസ്സായത്. ഞാനൊരു 10 years ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളായിരുന്നു നാട്ടില്. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഒരു കോൺഫിഡന്റ് ഡ്രൈവറായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടുത്തെ ടെസ്റ്റ് പാസ്സാവാൻ പറ്റത്തില്ല. ഇവിടെ മെയിൻ ആയിട്ട് ഒബ്സർവേഷൻസ്, സേഫ്റ്റി ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യാൻ അറിയാവുന്ന ഒരാള് ടെസ്റ്റ് പാസ്സാവുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ലൈസൻസ് എടുത്തതിന് ശേഷമാണ് ശരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്നത്. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ശരിക്കും പഠിച്ചു കഴിഞ്ഞ ഒരാൾക്കാണ് ലൈസൻസ് കിട്ടുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു രീതിയാണ് ശരിയായിട്ടുള്ളത്. കാരണം റോഡ് സേഫ്റ്റിയും ഇവിടുത്തെ ആ ഒരു സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ശരിക്കും പഠിച്ചിട്ട് മാത്രമേ റോഡിൽ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും. ഫസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് പഠിച്ചത്. ഏകദേശം ഒരു 6 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ശരിക്കും ആവശ്യം ഉണ്ടാവാം, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു ഇൻസ്ട്രക്ടർ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് ടെസ്റ്റിൽ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി ഫെയിലായി. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റിൽ നിന്ന് ജസ്റ്റിൻ ചേട്ടൻ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ടെസ്റ്റിൽ മെയിൻ ആയിട്ട് ടെൽ മീ, ഷോ മീ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഐ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ മിനിമം ഒരു 3 സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യിച്ച് പിന്നെയും വണ്ടി മൂവ് ചെയ്യിക്കും. അതുപോലെ ഒരു പാർക്കിംഗ് ഉണ്ടാവും. ഏകദേശം എല്ലാ ഏരിയകളിലും കൂടെ കവർ ചെയ്യും. റെസിഡൻഷ്യൽ ഏരിയ, അതുപോലെ തന്നെ ഒരു ഡ്യുവൽ കാരേജ് വേ അല്ലെങ്കിൽ മോട്ടോർ വേയിൽ കയറ്റലില്ല, ഡ്യുവൽ കാരേജ് വേ. നമുക്ക് സ്പീഡിൽ പോകാൻ ഒരു 50 above സ്പീഡിൽ പോകുന്ന ഒരു സ്ഥലത്തൂടെ ഡ്രൈവ് ചെയ്യിക്കും. ഏകദേശം എല്ലാ ടെറൈനും അവർ കവർ ചെയ്യിക്കാൻ നോക്കും. ഏതാണ്ട് ഒരു 40 minutes ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് ഉണ്ടാവുക. എനിക്ക് മെയിൻ ആയിട്ട് വന്നത് ഒരു പൊസിഷനിങ്. ഞാനൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ റൈറ്റ് കൂട്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് കൂട്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് റൈറ്റിലോട്ട് കയറിപ്പോയി. എനിക്ക് ആ റൂട്ടിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മൾ ആ ടെസ്റ്റ് റൂട്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ടെസ്റ്റ് റൂട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ടെസ്റ്റിൽ ഞാൻ പിന്നീട് ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോയിട്ടില്ല. ഞാൻ സ്വന്തം പ്രിപ്പയർ ചെയ്ത് എൻ്റെ വണ്ടിക്ക് തന്നെയാണ് പോയത്. അതെനിക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് നൽകി. വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ടെസ്റ്റ് റൂട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ടെസ്റ്റ് റൂട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പെയ്ഡ് ആണ്. ഞാനൊരു 30 pounds കൊടുത്തിട്ട് നമുക്ക് ഏതാണ്ട് എല്ലാ ടെസ്റ്റ് റൂട്ടും അതിൽ കാണിച്ചു തന്നു. ഞാൻ ടെസ്റ്റ് റൂട്ടിൽ കൂടെ ഒരു 2 ദിവസം പോയിട്ട് ആ റൂട്ടിന്റെ ബോർഡ്സ് എല്ലാം ഏകദേശം ഒരു ഐഡിയ വരുത്തി. അതിനുശേഷമാണ് ഞാൻ ടെസ്റ്റിന് അപ്പിയർ ചെയ്തത്. അത് വളരെ ഈസി ആയിരുന്നു. നമ്മൾ നല്ല പരിചിതമായ ഒരു സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഒരിക്കലും നമ്മൾ ടെസ്റ്റ് റൂട്ടിൽ പ്രാക്ടീസ് ചെയ്യാതെ ടെസ്റ്റിന് പോകരുത്. നമ്മൾ വേറെ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അത് ശരിയാണ്. നമ്മൾ ആദ്യത്തെ തവണ നമ്മൾ കുറെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയായിരുന്നു, പക്ഷെ നമ്മൾ ടെസ്റ്റ് റൂട്ടിൽ കൂടി അല്ലായിരുന്നു പോയത്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ രണ്ടാമത്തെ തവണ നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടിയൊക്കെ പോയിട്ടാണ് പിന്നെ ടെസ്റ്റിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാവരും തന്നെ ലൈസൻസ് ഉള്ളവരാണ്. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അധികമുണ്ട്. അതുപോലെ റോഡിന്റെ റൂൾസ്, റോഡിൽ ഒരുപാട് മാർക്കിങ്സ് ഉണ്ടാവും. റൗണ്ട് അബൌട്ട്സ് അധികമാണ്. നാട്ടിൽ നമുക്ക് റൗണ്ട് അബൌട്ട്സ് കാണാനില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു ഇന്ത്യൻ ലൈസൻസ് വെച്ച് 1 year വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഏകദേശം അവരുടെ ലൈസൻസ് എക്സ്പയർ ആവുന്നതിന് മുമ്പ്, അതായത് 1 year വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് ഈ രീതിയിൽ നമുക്ക് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാം. അതുപോലെ ഞാൻ ടെസ്റ്റ് ആപ്പ് വെച്ചിട്ടാണ് ഡേറ്റ് എടുത്തത്. എനിക്ക് ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 13 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് കിട്ടി, ഡേറ്റ് കിട്ടി. നമ്മൾ ടെസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡേറ്റിന് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം. 3 ലൊക്കേഷൻസ് പ്രിഫറൻസ് കൊടുക്കാം. 3 ലൊക്കേഷൻസിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള 3 പ്ലേസസ്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടും.
അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴേ നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ ഓൾറെഡി എൻറ്റേർഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചേഞ്ച് മാത്രം കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ മേജർ മിസ്റ്റേക്ക്, മൈനർ മിസ്റ്റേക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയയിലാണല്ലോ ഇവര് പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു. അതായത് പറയുന്നത് 15 മൈനർ മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു മേജർ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മളെ ഫെയിൽ ആകും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു മേജർ മിസ്റ്റേക്ക് വരുത്തിയാലും നമ്മൾ ആ ടെസ്റ്റിൽ ഫെയിൽ ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് മേജർ മിസ്റ്റേക്കുകൾ വരുത്താതെ സൂക്ഷിക്കുക. മൈനർ മിസ്റ്റേക്കുകൾ എന്തായാലും നമുക്ക് സംഭവിക്കും, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ സെയിം മിസ്റ്റേക്ക് 1 or 2 പ്രാവശ്യം, അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ 3 പ്രാവശ്യം ഒരേ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൽ പഠിച്ചിട്ടില്ല, ഒരു വൺ ടൈം ഒക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവരത് നെഗ്ലക്ട് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം, നമ്മുടെ ഡ്രൈവിംഗ് എക്സാമിനർക്ക്. അല്ലെങ്കിൽ ആള് വന്നു കഴിയുമ്പോൾ നമുക്ക് അയാൾക്കൊരു പേടി വന്നു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നമ്മളെ പാസ്സാകത്തില്ല. സേഫ് ഡ്രൈവിംഗ് ആയിരിക്കണം. അതുപോലെ ഒബ്സർവേഷൻസ് ക്ലിയർ ആയിരിക്കണം. അതുപോലെ പാർക്കിങ്ങിലൊക്കെ നമ്മൾ എല്ലാവരുടെയും സംശയമാണ്, നമ്മൾ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റിനുള്ളിലോട്ട് കറക്റ്റ് കയറ്റിയില്ലെങ്കിൽ ഫെയിൽ ആവുമോ. അതുപോലെ നമ്മൾ സൈഡിൽ പാരലൽ പാർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മൈനർ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫെയിൽ ആവും. ഇതൊന്നും ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒറ്റയടിക്ക് റിവേഴ്സ് പാർക്കിംഗ് ചെയ്യണമെന്നോ, അതായത് പാരലൽ പാർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ കറക്റ്റ് പൊസിഷനിൽ ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യാം, അതിലൊന്നും മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒബ്സർവേഷൻസ് കറക്റ്റ് ചെയ്തിരിക്കണം. മൈനർ മിസ്റ്റേക്കിൽ അവരൊരിക്കലും നമ്മളെ ഫെയിൽ ആക്കത്തില്ല. ഞാനൊക്കെ റിവേഴ്സ് പാർക്ക് ചെയ്തപ്പോ ഫസ്റ്റ് എനിക്ക് വണ്ടി അവിടെ കയറുന്നില്ല, പുറത്തു പോകുമെന്ന് തോന്നി. അതുകൊണ്ട് ഒന്നുകൂടെ ഫ്രണ്ട് എടുത്ത് രണ്ടാമതാണ് റിവേഴ്സ് ചെയ്തത്. അതിലൊന്നും പ്രശ്നം. പക്ഷെ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഒബ്സർവേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണും, ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഇട്ടിട്ടുണ്ടാവും. ആ വീഡിയോസ് എല്ലാം നമ്മൾ കാണുക. വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പോകണമെന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഏതാണ്ട് ഒരു 2 hours ഒക്കെയാണ് അവർ മിനിമം കോഴ്സ് തരുന്നത്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 2-3 ക്ലാസ്സിനൊക്കെ പോകുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വീഡിയോയുടെ റെഫറൻസിലും നമ്മൾ ഈ നമ്മുടെ ലൈസൻസ്, അതായത് വണ്ടി ഓടിക്കാൻ നമുക്ക് വാലിഡിറ്റി ഉള്ള സമയത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സായി പോകും. പിന്നെ അതുപോലെ ടെസ്റ്റ് ഡേറ്റ് ബുക്കിംഗ് ആണ് എല്ലാവരുടെയും മറ്റൊരു ടെൻഷൻ. നമുക്ക് എവിടെയെങ്കിലും UK എവിടെയെങ്കിലും ഒരു ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യുക, പിന്നെ അത് ചേഞ്ച് ചെയ്താൽ മതി. അത് വളരെ ഈസി ആയിട്ട് എവിടെയെങ്കിലും ക്യാൻസലേഷൻ വരും. നമ്മളതിങ്ങനെ ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇല്ലെങ്കിൽ DVLAയുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ക്യാൻസലേഷൻ വന്നാൽ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന തിയറി ടെസ്റ്റിനെ കുറിച്ചും പ്രാക്ടിക്കൽ ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.